നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും അവിടുത്തെ വത്സല മാതാവിലും ഏറെ സ്നേഹം നിറഞ്ഞ നിജുവച്ച സന്യസ്തരെ, മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, ഒരു സുഹൃത്ത് പറഞ്ഞ കഥ ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ അദ്ദേഹം ചെന്നപ്പോൾ അമ്മയുടെ പണ്ടുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം ഒന്ന് കൈയോടിച്ച് നോക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഡയറി കിട്ടി, ഒരു പോക്കറ്റ് ഡയറി. ആ ഡയറി തുറന്ന് വായിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്തെങ്കിലും കടങ്ങളുടെ ബാധ്യതയോ കണക്കുകളോ വല്ലതായിരിക്കാം. പക്ഷെ ആ ഡയറി തുറന്ന് വായിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് അവർ 7 മക്കളായിരുന്നു. ആ 7 മക്കളുടെയും പേരെഴുതി ഈ അമ്മ ഓരോരുത്തർക്കും വേണ്ടി ഓരോരോ പ്രാർത്ഥന അതിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ഈ സഹോദരൻ ഓരോരുത്തരുടെയും പേര് വായിക്കുന്നു, അവരോടുള്ള പ്രാർത്ഥനകളും വായിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ പേര് എത്തിയപ്പോൾ ഇദ്ദേഹം ആ പേര് വായിച്ചു. അതിനുശേഷം ഇപ്രകാരമായിരുന്നു ആ പ്രാർത്ഥന: ദൈവമേ, എൻ്റെ മകനെ നിന്നോട് ചേർത്ത് നിർത്തുക. അവൻ എപ്പോഴൊക്കെ നിന്നെ മറക്കുന്നുവോ, നിന്നിൽ നകന്നു പോകുമ്പോഴോ അവനെ നിന്നോട് ചേർത്ത് നിർത്തുക. ആ സുഹൃത്ത് ഇപ്രകാരം പറഞ്ഞു. 36 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിലെടുത്ത പല തീരുമാനങ്ങളും, പല ജീവിത യാത്രകളും, പല തെറ്റായ മുന്നോട്ടുള്ള ജീവിത വഴിത്താഴകളുമൊക്കെ പലരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇതുവരെ നേരെയായതും ഇതുവരെ ഇവിടെ വരെ എത്തിയതും. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അദൃശ്യമായി പ്രാർത്ഥിക്കുന്ന, നിശബ്ദമായി സാന്നിധ്യം കൊണ്ടും വിദൂരത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥന കൊണ്ടും നമ്മെ ഓർക്കുന്ന ഒരുപാട് പേരില്ലേ? ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നാം, ഇവിടെ വരെ ഞാൻ എത്തിയത്, എൻ്റെ ജീവിതം നയിച്ച് ഞാൻ ഇവിടെ വരെ എത്തിയത് എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ മേന്മ കൊണ്ടുമാണ്, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന പ്രത്യേകിച്ചുള്ള ചില സ്കിൽസ് കാരണമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് വേണ്ടി അദൃശ്യമായി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട് ദൈവ തിരുസന്നിധിയിൽ. ഇന്ന് നാം വായിച്ചു കേട്ട കാനാൻകാരി സ്ത്രീ അവളുടെ മകൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ആ മകൾക്ക് സൗഖ്യം ലഭിച്ചതായി സുവിശേഷകൻ എഴുതി വയ്ക്കുന്നുണ്ട്. ആ മകൾ ഒരു ദിവസം പോലും ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല ആ അമ്മ കടന്നുപോയ വേദനയുടെ ഭാരം. യേശുവിനെ കാണാൻ പോയ ആ കാനാൻകാരി സ്ത്രീ വളരെ നല്ല ഒരു അനുഭവത്തിലൂടെ അല്ല കടന്നുപോയത് എന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്ത്രീ കടന്നുപോയ ദുഷിപ്പിക്കലിൻ്റെ അവസ്ഥകൾ, നിശബ്ദതയുടെ അവസ്ഥകൾ, യേശുവിൽ നിന്ന് കേട്ട ചില വാക്കുകളുടെ അവസ്ഥകൾ അവളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം ഉറപ്പായും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില സമയത്തുണ്ടാകുന്ന തിരസ്കരണങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ചില പരീക്ഷണങ്ങളാണ്. നമ്മൾ പറയും, ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ പറയും, മസിൽ ട്രെയിൻ ചെയ്താണ് മസിൽ കൂടുക. ഒരു ദിവസം നിങ്ങൾ മസിൽ ഉപയോഗിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മസിലുകൾ ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കും. കൈയുടെ മസിലാകട്ടെ, ബ്രെയിൻ്റെ മസിലായിക്കോട്ടെ, നിങ്ങളുടെ ഏത് അവയവമായിക്കോട്ടെ, നിങ്ങൾ കൈയോ കാലോ തലയോ കണ്ണോ നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് ഷാർപ്പായിക്കൊണ്ടിരിക്കും എന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസ് ആണ് ഒരു വളർച്ചയുടെ ഏറ്റവും വലിയ ഘടകം. നിങ്ങളുടെ വിശ്വാസം വളരണമെങ്കിൽ എപ്പോഴും ഒരു റോസാപ്പൂ മെത്തയിൽ നടക്കുന്ന ഒരവസ്ഥയിലല്ല നമുക്കുണ്ടായിരിക്കേണ്ടത്. പരീക്ഷണങ്ങളും തിരസ്കരണങ്ങളും സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് പലപ്പോഴും നാം ദൈവത്തിലോട്ട് തിരിഞ്ഞു നോക്കുക. ഈ ഇടയ്ക്ക് ഞാൻ വായിച്ച ഒരു സർവേ ഇപ്രകാരം പറയുന്നുണ്ട്: മാതാപിതാക്കൾ, 2 മാതാപിതാക്കളും, പിതാവും മാതാവും മക്കളെ കൊണ്ട് പള്ളിയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, ആ മക്കൾ ജനിച്ച് വളർന്നു വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് വിശ്വാസത്തിലും ദൈവത്തിലുള്ള ആശ്രയബോധം വളരെ ശക്തമായിരിക്കും. അതല്ല, വീട്ടിൽ അമ്മ മാത്രമാണ് പള്ളിയിൽ പോകുന്നതെങ്കിൽ, ആ സർവേ പറയുന്നു 13% പെടുന്ന മക്കൾ മാത്രമാണ് വീണ്ടും പള്ളിയിലോട്ട് തിരിച്ചു വരിക. ആ സർവേ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, തങ്ങളുടെ വീട്ടിലെ പിതാക്കന്മാർ, അച്ഛൻ വീട്ടിൽ പ്രാർത്ഥിക്കുകയും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോകുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 73% മക്കൾ
വിശ്വാസത്തിലും ദൈവത്തിലും സഭയുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് ആ സർവ്വ പറയുന്നു. അത് വേറൊരു നാട്ടിൽ നടന്ന സർവ്വയാണ്, പക്ഷേ അത് ഒത്തിരി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടാണ് വളരുക. നമ്മുടെ വിശ്വാസം കണ്ടും കേട്ടുമാണ് അവരുടെ വിശ്വാസം വർദ്ധിക്കുക. നാം ഇന്ന് ആലോചിക്കണം, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം നമ്മുടെ മക്കളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നുണ്ടോ? കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം ആ കുഞ്ഞിന് സൗഖ്യമായി ഭവിച്ചു എന്ന് സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നാം ഇന്ന് ഈ ദിവ്യബലി മധ്യേ ഓർക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. നാം ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്തിൽ 3 രീതിയിലാണ് തിരസ്കരണം ആ കാനാൻകാരി സ്ത്രീ അനുഭവിക്കുക. ഒന്ന്, യേശു നിശബ്ദനായിരുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തുടക്കത്തിൽ കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മകൾക്ക് രോഗസൗഖ്യം നൽകണമേ എന്ന് പറയുമ്പോൾ യേശു നിശബ്ദനായിരുന്നു. പ്രിയമുള്ളവരെ, നിശബ്ദത എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. നാം പലരും സോഷ്യൽ മീഡിയകളും വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ചില സമയങ്ങളിൽ നമുക്കൊരു മെസ്സേജ് അയച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമുക്കത് തിരിച്ച് മറുപടി നൽകിയില്ലെങ്കിൽ, ഒരു ഡബിൾ ടിക്ക് കണ്ടു പക്ഷെ മറുപടി വരുന്നില്ലെങ്കിൽ എത്രമാത്രം നിശബ്ദത നമ്മളെ വേദനിപ്പിക്കാം. നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേരൊക്കെ പറയും ഗോസ്റ്റിംഗ്, എന്നെ ഗോസ്റ്റ് ചെയ്തു, എന്നെ തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. യേശു ഈ സ്ത്രീയെ ഗോസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. യേശു നിശബ്ദനായി കടന്നുപോയി, കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോയതായി വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ നിശബ്ദത പോലും അവളെ തകർക്കാമെങ്കിലും അവൾ വീണ്ടും വീണ്ടും യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ശിഷ്യന്മാർ പറയും, ഇവളെ പറഞ്ഞയക്കുക, ഇവളെന്തൊരു ശല്യമാണ്. ഈ ശിഷ്യന്മാരെ നാം പലതവണ കാണുന്നുണ്ട്. 5 അപ്പം 5000 പേർക്ക് കൊടുക്കുമ്പോൾ പോലും ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈ ജനക്കൂട്ടത്തെ അങ്ങ് പറഞ്ഞുവിട്. ശിഷ്യന്മാരുടെ അടുത്ത് ശിശുക്കൾ വരും യേശുവിൻ്റെ അടുത്ത് പോകാനായിട്ട്. അപ്പം ശിഷ്യന്മാർ അവിടെയും ഈ ശിശുക്കളെ തടഞ്ഞു വെക്കുന്നുണ്ട്, യേശുവിൻ്റെ അടുത്ത് പോകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ചില സമയങ്ങളിൽ പലരെയും ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നുണ്ട്. നമുക്കെന്തോ യോഗ്യതകൾ കൂടുതലുള്ളത് കൊണ്ടാണ് നാം സഭയിൽ ഇപ്പോഴും ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരെങ്കിലും കാണാം. നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയാണോ അതോ ക്രിസ്തുവിൽ നിന്ന് മാറ്റുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് യേശു പറയുന്ന വാക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായി തോന്നാം. ആരെങ്കിലും നായ്ക്കൾക്ക് അപ്പക്കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുമോ? വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള അപ്പക്കഷ്ണം നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുമോ എന്ന് ചോദിക്കുന്നത് ഒരുപാട് പേര് എന്നോട് പറയുന്നത് കേട്ടുണ്ട്. എങ്ങനെയാണ് സ്നേഹനിധിയായ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലുള്ള ക്രിസ്തു ഒരാളെ നായ എന്ന് വിളിക്കുക? ഈ വാക്കിൻ്റെ തർജിമ, ഗ്രീക്ക് തർജിമ കിനാര എന്നൊരു വാക്കാണ്. കിനാര എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പെറ്റ് ഡോഗ്സ് ആണ്. അത് ഈ റോട്ടിൽ കൂടെ നടക്കുന്നോ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത നായകളല്ല. വീട്ടിൽ വളർത്തുന്ന, ഓമനിച്ച് വളർത്തുന്ന പെറ്റ് ഡോഗ്സിനെയാണ് അല്ലെങ്കിൽ വളർത്തു നായ്ക്കളെയാണ് കിനാര എന്ന് വിളിക്കുക. ആ വാക്കാണ് യേശു ഉപയോഗിക്കുക. ഒരു വീട്ടിലുള്ള ഒരു വളർത്തു നായ ആദ്യം മക്കൾക്ക് കൊടുക്കണം, എന്നിട്ടാണ് വളർത്തു നായ്ക്ക് കൊടുക്കുകയുള്ളൂ എന്നാണ് യേശു ഉദ്ദേശിക്കുക. പക്ഷെ ആ സ്ത്രീ അതും ശിരസാൽ വഹിച്ച് തൻ്റെ എളിമയുടെ മൂർധന്യത്തിൽ ആ സ്ത്രീ പറയുന്നു, എങ്കിൽ പോലും താഴെ വീഴുന്നത് കഴിക്കാനുള്ള യോഗ്യത ആ വളർത്തു നായ്ക്കില്ലേ? ആ സ്ത്രീയുടെ ഈ മനോഭാവം പ്രിയമുള്ളവരെ യേശുവിനെ വല്ലാതെ മാറ്റുന്നുണ്ട്. യേശുവിൻ്റെ ചിന്തകൾ ആ സ്ത്രീയെ നോക്കി ഇപ്രകാരം പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നിന്റെ വിശ്വാസം വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് യേശു നമ്മളെ കാണുവാണെങ്കിൽ നമ്മൾ ഒരുപാട് നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങൾ നമുക്കില്ലേ? മാറണമെന്ന് നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? യേശു നമ്മളെ കാണുമ്പോഴും നമ്മളോട് പറയുമോ, നിന്റെ വിശ്വാസം വലുതാണ്, ഇത്രയും നാളും നീ പ്രാർത്ഥിച്ചില്ലേ, നീ വിശ്വാസം കളയാതെ തളരാതെ എൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചില്ലേ? നമ്മുടെയൊക്കെ ജീവിത വഴിത്താഴയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ക്രിസ്തു നമ്മളോടും പറയട്ടെ, നമ്മളുടെ വിശ്വാസം വലുതാണ് എന്ന്. ഈ ഇടയ്ക്ക് അടിമ സമർപ്പണം നടത്തുന്ന ഒരു ദിവസം ഒരു പെൺകുട്ടി കാണാൻ വന്നു. വിദേശത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പെൺകുട്ടിക്ക് സ്കിൻ സിറോസിസ് പോലെയുള്ള ചെറിയൊരു രോഗമുണ്ട്. നമ്മുടെ തൊലി പുറത്ത് ഉണ്ടാകുന്ന ഒരു തരം പ്രത്യേക രോഗമാണ്. അപ്പോൾ ആ പെൺകുട്ടി ഒരു 18 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടി, ഞാനിങ്ങനെ അടിമ ഹോളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആ കുട്ടി
പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ചു, അച്ചോ ഒന്ന് നിൽക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്, അച്ഛൻ എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ക്രിസ്ത്യാനി ഒന്നുമല്ല, പക്ഷേ അച്ഛൻ എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, മോളെ എന്താ പറ്റി? ആ കുട്ടിയുടെ വിഷമസ്ഥിതി പറഞ്ഞു, രോഗത്തിൻ്റെ അവസ്ഥ പറഞ്ഞു. വല്ലാർപാടത്തമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് രോഗസൗഖ്യമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണീര് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഇപ്രകാരം പറഞ്ഞു, ഈ കുട്ടിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ വചനഭാഗമാണ് എൻ്റെ ഉള്ളിലോട്ട് കടന്നു വന്നത്. അന്യമതത്തിലുള്ള ഒരു വ്യക്തി ക്രിസ്തുവിലും അവിടുത്തെ വത്സല മാതാവിലും വിശ്വസിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ ദൈവം ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നിന്റെ വിശ്വാസം വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, വിശ്വാസം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് മുന്നോട്ടുള്ള ജീവിത വഴിത്താഴയിൽ നമ്മുടെ മതമോ നമ്മുടെ ജീവിത അവസ്ഥകളോ അല്ല ക്രിസ്തു നോക്കുക. മുന്നോട്ടുള്ള വഴിത്താഴയിൽ നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ഒറ്റ ഘടകത്തിൽ മാത്രം നിന്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവം നൽകും നിനക്ക്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം വഴി കൊട്ടി അടയ്ക്കുന്ന ആൾക്കാരാണ്. ചില ബന്ധങ്ങളോട് നാം ഇപ്രകാരം പറയും, ഇത്രയും മതി. ചില വ്യക്തികളോട് പറയും, നമ്മുടെ ബന്ധം ഇത്രയും മതി, അല്ലെങ്കിൽ നീയുമായിട്ടുള്ള സമയം ഇത്രയും മതി. മതി 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 പറഞ്ഞ് മതിലുകൾ കെട്ടുന്ന ചില വ്യക്തികളായി നാം മാറാറുണ്ട്. പക്ഷേ യേശു നമ്മളോട് പറയും, നിന്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടോ, നീ എന്നിലേക്ക് വാ. നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ നിനക്ക് തകർച്ചയുണ്ടോ, നീ എന്നിലേക്ക് വാ. കടബാധ്യതയുണ്ടോ, നീ എന്നിലേക്ക് വാ. വാ വാ എന്ന് പറഞ്ഞ് വാതില് പണിയുന്നവനാണ് നമ്മുടെ ക്രിസ്തു. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ആരെയൊക്കെയാണ് നാം മാറ്റി നിർത്തുന്നത്? കാനാൻകാരി സ്ത്രീയെ പോലെ മാറ്റി നിർത്തുന്ന കുറേ ആൾക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഇനി ഈ ദേവിബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എല്ലാവരെയും ചേർത്ത് നിർത്തിയ വ്യക്തിയാണ്. 1-ാം വായനയിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, എൻ്റെ ആലയം എല്ലാവർക്കുമുള്ള പ്രാർത്ഥന ആലയമാണ് എന്ന് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വിളി കേട്ട് ക്രിസ്തുവിൻ്റെ വാതിൽ പുണരുവാൻ നമുക്കാവട്ടെ. ദൈവം തുറന്നു വെച്ച വാതിൽ മതിൽ കെട്ടി അടയ്ക്കാതെ ക്രിസ്തുവിനെ നോക്കി മുന്നോട്ടു പോകാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും സഹനവും ഏറുമ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ദൈവം കരുത്ത് നൽകട്ടെ.